ഹലോ ഫ്രണ്ട്സ്. പണ്ട് ആദി കാലം മുതൽക്കേ തന്നെ ഉണ്ടായ കാലം മുതൽക്കേ തന്നെ അവൻ ഗുഹയ്ക്കുള്ളിലാണ് താമസിച്ചിരുന്നത്. ഗുഹയ്ക്കുള്ളിൽ നിന്ന് അവൻ വേട്ടയാടാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നു. പുറത്തേക്ക് പോയി വേട്ടയാടി മൃഗങ്ങളെല്ലാം വേട്ടയാടിയിട്ട് ആ കിട്ടുന്ന മൃഗങ്ങളെയും കൊണ്ട് തിരിച്ച് ഗുഹയിൽ വന്ന് ഗുഹയിൽ വെച്ച് പാകം ചെയ്ത് കാര്യങ്ങളെല്ലാം കഴിക്കുന്നു. അപ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യയ്ക്കും പിള്ളേർക്കും എല്ലാവർക്കും ഒക്കെ കൊടുത്ത് കഴിക്കുന്നു. അങ്ങനെ ആ ഭക്ഷണം തീരുന്നു. വീണ്ടും പിറ്റേ ദിവസം ഉറങ്ങുന്നു, വേട്ടയാടാൻ ഇറങ്ങുന്നു. പിന്നെ വേട്ടയാടി കുറേ മൃഗങ്ങളെയും കന്നുകാലികളെയൊക്കെ പിടിച്ച് വീണ്ടും അകത്തേക്ക് കൊണ്ടുവരുന്നു. പഴവർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെ അകത്തേക്ക് കൊണ്ടുവരുന്നു. അതും വീട്ടുകാർ ഭക്ഷണം ചെയ്യുന്നു, കഴിക്കുന്നു, ജീവിക്കുന്നു. ഇങ്ങനെ ഒരു ജീവിത സ്റ്റൈലിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പണ്ട് മുതലേ ഉണ്ടായിരുന്നത്. അപ്പോൾ അതേ സാഹചര്യത്തിൻ്റെ മറ്റൊരു മോഡേൺ വേർഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും. പൊതുവെ ആണുങ്ങൾ ജോലിക്ക് പോയി വരുന്നു, വീട്ടിൽ ഭാര്യയും പിള്ളേരും ഒക്കെ ഇരുന്ന് ഭക്ഷണം ചെയ്ത് അതെല്ലാം പാകം ചെയ്ത് കഴിക്കുന്നു. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് പണ്ട് മുതലേ ഉള്ളതാണ്. അല്ലാണ്ട് ഈ അടുത്തൊന്നും അത് സൊസൈറ്റി രൂപീകരിച്ചെടുത്ത പുതിയ ഐഡിയ ഒന്നുമല്ല. അപ്പോൾ ഇത് മെയിനായിട്ട് സ്ത്രീകൾ അല്ലെ കുട്ടികളൊക്കെ മെയിനായിട്ടുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഇരുന്ന് പാചകം ചെയ്ത് കുട്ടികളെ നോക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പൊതുവെ വരുന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈഫൊക്കെ ഭയങ്കര ഡെവലപ്ഡായി. അപ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാം മാറി. ഇപ്പോൾ എല്ലായിടത്തും ഏത് ഫീൽഡ് എടുത്താൽ പോലും ഇപ്പോൾ ഫേമസ് ആയിട്ട് അറിയപ്പെടുന്ന ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ സിനിമ ഇൻഡസ്ട്രി ആണല്ലോ. അപ്പോൾ സിനിമയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകളെ പൊതുവെ കാണുന്നില്ല എന്നുള്ളൊരു പുതിയൊരു ചോദ്യം ഉടലെടുത്ത് വരുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീകളൊക്കെ അവിടെ ഒരുപാട് സിനിമകളൊക്കെ ഇറങ്ങിയപ്പോൾ മഞ്ഞുമൽ ബോയ്സ്, ബ്രഹ്മയുഗം പോലത്തെ സിനിമകളിലൊന്നും ഇപ്പോൾ സ്ത്രീ കഥാപാത്രങ്ങളിലെ സാന്നിധ്യക്കുറവുണ്ട്. ഇവരൊക്കെ അവിടെ പോയി സ്ഥിരമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നായികമാരായിക്കൊണ്ടിരിക്കുന്നവർ പോലും ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഒന്ന് തല കാണിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ സ്ത്രീകളുടെ ഒരു സാന്നിധ്യക്കുറവ് എല്ലായിടത്തും കാണുന്നുണ്ട്. ഏത് ഫീൽഡ് എടുത്താൽ പോലും കൂടുതലും ഭൂരിപക്ഷം വരുന്ന പുരുഷന്മാരാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇവര് അപ്രത്യക്ഷമാകുന്നു? ഇങ്ങനത്തെ ഒരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പുതിയൊരു സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഉള്ളൊഴുക്ക് പോലത്തെ സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അതിൽ നല്ലൊരു സ്ത്രീ ഈ കഥാപാത്രങ്ങളുടെ ഒരു പെർഫോമൻസ് ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ഇത് തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഇനി വല്ലപ്പോഴും അടുത്തൊരു സ്ത്രീ കഥാപാത്രം വർഷത്തിലൊരിക്കലും ഓരോന്ന് ഇങ്ങനെയൊക്കെയാണോ വരാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യങ്ങൾ ഇങ്ങനെ എല്ലാവരും മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളൊക്കെ എവിടെ പോയി? അപ്പോൾ ഇത് ഉന്നയിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകളെ ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അപമാനിക്കുന്ന തരത്തിലുള്ള ചോദ്യമാണ്. നിങ്ങളൊക്കെ അവിടെ പോയി ഇത്ര നാളെ വീട്ടില് ഭക്ഷണം കഴിച്ച് ഫുഡ് മേടിച്ച് പിള്ളേരെ കാര്യത്തിൽ ഇടപെട്ട് ഇങ്ങനെ ഇരിക്കുകയാണോ എന്നുള്ളൊരു സിനിമയും കണ്ട് ടിവിയും കണ്ടൊക്കെ ഇരിക്കുകയാണോ എന്നുള്ളൊരു ആക്ഷേപ ചോദ്യം കൂടിയാണ് ഈ സ്ത്രീകളൊക്കെ എവിടെ പോയി എന്നുള്ള ചോദ്യത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഫേമസ് ആയിട്ട് അറിയപ്പെടുന്ന കുറേ നായകന്മാരൊക്കെ ഉണ്ട്. ഇപ്പോൾ മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ്, സുരേഷ് ഗോപി, പൃഥ്വിരാജ്, കുഞ്ചാക്കോ, ഇങ്ങനെയുള്ള ഒരുപാട് വലിയ വലിയ നായകന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നായകന്മാർക്ക് ഇപ്പോഴും ഫീൽഡിൽ അങ്ങനെ തന്നെ നിൽക്കണമെങ്കിൽ അവരുടെ വീട്ടിൽ ഉള്ള കാര്യങ്ങൾ അവരുടെ ഭാര്യമാർ അല്ലെങ്കിൽ മറ്റ് അമ്മ അല്ലെങ്കിൽ സഹായിക്കുന്ന സ്ത്രീകളൊക്കെ അവരൊക്കെ അത് നന്നായിട്ട് നോക്കുന്നുണ്ടോ? കുട്ടികളെ നോക്കുന്നു, വീട് വൃത്തിയാക്കി നോക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ കടക്കും ചിട്ടോടെ നോക്കുന്നു. ഇവരുടെ സിനിമയിൽ പോയി അഭിനയിക്കുക, തിരിച്ചു വരുമ്പോഴേക്കും വീടൊക്കെ നല്ലതായിരിക്കും, നല്ല പാകം ചെയ്ത് ഭക്ഷണം ഉണ്ടാകും, സമയാസമയത്ത് എല്ലാം റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇവരുടെ ഭാര്യമാരെ വീട്ടിലിരിക്കേണ്ടതുണ്ട്. അല്ലാതെ അവരും ഒരു സിനിമ എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഭർത്താവും ഒരു സിനിമക്ക് പോകുന്നു, ഭാര്യയും വേറെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു. ഞാൻ പോയി കഴിയുമ്പോൾ എൻ്റെ ഒരു താളം തെറ്റും. അപ്പോൾ കുട്ടികളൊക്കെ അവർ വേറെ വഴിക്ക് പോകും, അവർ തോന്നിയ പോലെ നടക്കും.
അപ്പോൾ എല്ലാ ഫീൽഡ് ഏത് ഫീൽഡായാലും സിനിമ മാത്രമല്ല ഏത് ഫീൽഡായാലും ഇപ്പോൾ പ്രധാനമായിട്ടും സ്ത്രീകൾ വീട്ടിലിരുന്ന് പാചകം ചെയ്ത് കുട്ടികളെ നോക്കുന്നത് അത്ര ഏഹ്, എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ ഒരു സിനിമയിലൊക്കെ പോയി അഭിനയിച്ചാൽ ചിലപ്പോൾ വളരെ എളുപ്പമായിരിക്കും. അത്രയും ഈസി ആയിട്ടുള്ള കാര്യമല്ല കുട്ടികളെ നോക്കുന്നത്. കുട്ടികളെ നോക്കുന്നത് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമാണ്. ഭയങ്കര ഈസിയാണ്. ഇടയ്ക്കിടയ്ക്ക് സമയാസമയത്ത് ഭക്ഷണം കൊടുത്താൽ പോരെ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നോക്കി തുടങ്ങി ചെയ്ത് നോക്കി നോക്കുമെന്ന് പറയാൻ പറ്റും. ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. ഇത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ശ്രദ്ധയോടുകൂടി വേണം കുട്ടികളെ നോക്കാൻ. അല്ലെങ്കിൽ ഒരു ഇത് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ അബദ്ധം പറ്റും. അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ ഈയിടെ തന്നെ നമുക്ക് ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ന്യൂസ് കേട്ടായിരുന്നത്. ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു ഗേറ്റിൽ കുടുങ്ങിപ്പോയി മരിച്ചുപോയ കുട്ടിയുടെ കഥ. അപ്പോൾ നമ്മൾ കുട്ടികളെ ഭയങ്കരമായിട്ടൊക്കെ ശ്രദ്ധിക്കണം. ഇവരെങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള ഒരു ആൾ അവിടെ വേണം. പണ്ട് മുതലേ ഇത് പുരുഷൻ പുറത്തുപോയി വേട്ടയാടുമ്പോൾ സ്ത്രീകൾ അവിടെ വെറുതെ കുത്തിയിരിക്കുകയാണ് എന്നുള്ളൊരു സെറ്റപ്പിലേക്ക്, എന്നൊരു ചിന്തയിലേക്ക് വരരുത്. കാരണം അവർക്ക് വെറുതെ കുത്തിരിക്കലില്ല. കുട്ടികളൊക്കെ ഇപ്പോഴും ജീവനോടുകൂടെ ഉണ്ടെങ്കിൽ അവരിപ്പോഴും ഒരു നല്ല സെറ്റപ്പിലാണ്, ആരോഗ്യത്തോടുകൂടി ഉണ്ടെങ്കിൽ അതിന് പിന്നിൽ ആ ഒരു വീട്ടിലുള്ള സ്ത്രീകളുടെ ജാഗ്രതയാണ്. ഇപ്പോൾ ജാഗ്രതയില്ലാണ്ട് അവരവരുടെ പാട്ടിനോട്ടെ തോന്നിയ പോലെ നിൽക്കട്ടെ എന്നൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് അധികം നാൾ ആയുസ്സൊന്നും ഉണ്ടാവില്ല. അവരൊക്കെ ഇങ്ങനെ കുട്ടികളെ അവരുടെ ആ കുട്ടിക്ക് സംഭവിച്ച ശ്രദ്ധക്കുറവാണ് എന്നല്ല, അന്ന് ആ ഒരു ഗേറ്റിൽ കുടുങ്ങിയ കുട്ടിക്ക് സംഭവിച്ചത് ആ ഒരു വീട്ടുകാരുടെ ശ്രദ്ധക്കുറവ് എന്നല്ല. അതിപ്പോൾ ആരും കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് വിധി എന്നൊക്കെ തന്നെ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, എല്ലാവരുടെയും കാര്യത്തിൽ ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കട്ടെ എന്നും കൂടി നോക്കാം. അപ്പോൾ നമ്മുടെ ഇത് ഭയങ്കര ശ്രദ്ധ വേണ്ട കാര്യമാണ് കുട്ടികളെ നോക്കുന്നതും വീട്ടിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവരൊക്കെ എവിടെ പോയി, ഇവരൊക്കെ എങ്ങാടേക്ക് പോയി, ഓടിപ്പോയാ വീട്ടിലിരുന്ന് ഫുഡടിച്ച് കിടന്നുറങ്ങണേണോ എന്നുള്ളൊരു ചോദ്യം, അത് വെറും ഫോളിഷ് ചോദ്യമാണ്. നിങ്ങൾ ഒരു ദിവസം പോയി വീട്ടിലിരുന്ന് കുട്ടികളെ നോക്കി ഈ ബാക്കി ഭക്ഷണം പാചകം ചെയ്ത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് നോക്ക്. തുണിയിലൊക്കെ കുക്ക് ചെയ്ത് വീടിൻ്റെ പരിസരങ്ങളൊക്കെ ക്ലീനാക്കി ചെടികളൊക്കെ നോക്കി എല്ലാം നിന്ന് നോക്കുക. അപ്പോൾ മനസ്സിലാവും ഒരു ദിവസം ഒരു സ്ത്രീ ചെയ്യുന്ന വർക്കിൻ്റെ ആ ഒരു ഡെപ്ത് ഉണ്ടാക്കി തന്നു. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാതെ ഇവരെവിടെ പോയി എന്ന് വെച്ചാൽ പിന്നെ നിങ്ങളൊന്ന് നോക്കുമോ പിള്ളേരെ എന്ന് തിരിച്ചവർ ചോദിക്കാത്തത് അവരുടെ ഒരു മര്യാദ എന്ന് കണ്ടാൽ മാത്രം മതി. കാരണം ഇത് ഇപ്പോൾ അവിടെ കുട്ടികളെ നോക്കണം, അതും നോക്കണം. ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് ഒരുമാതിരി ഈ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ കുട്ടികളെ നോക്കണം, പുറത്തുപോയി ജോലിയും ചെയ്യണം. സിനിമ മാത്രമല്ല മറ്റു ഫീൽഡിലും പുറത്തുപോയി ജോലിയും ചെയ്യണം എന്ന് വെച്ചാൽ ഭയങ്കര എളുപ്പം നടക്കുന്ന പരിപാടിയൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അതവർ സമ്മതിച്ച് അവർക്കൊരു നമ്മൾ പറയണ്ട, അവർക്കൊരു സിനിമ ഡയലോഗ് പോലെ അവർക്കൊരു അവാർഡ് കൊടുക്കേണ്ടതാണ്. നല്ല രീതിയിൽ, അതായത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് തന്നെയാണ് ഇപ്പോൾ ഒരു ഫേമസ് കോട്ടുണ്ടല്ലോ, ഇത് ദൈവത്തിന് എവിടെയും എല്ലായിടത്തും പോകാൻ ദൈവത്തിന് സാധിക്കില്ല. അതുകൊണ്ട് ദൈവം അമ്മമാരെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന പോലെ. അതുപോലെ തന്നെ സ്ത്രീകൾ, ഒരു സ്ത്രീയും ഒരു അമ്മയാണ്. അപ്പോൾ അവർ വളരെയധികം റിസ്ക് എടുത്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിയാതെ ഇങ്ങനെ വെറുതെ വായിൽ വരുന്നത്, ഇപ്പോൾ എന്തായാലും ആരോടെങ്കിലൊക്കെ സംസാരിച്ചില്ലെങ്കിൽ വായിൽ ഒരു അസ്വസ്ഥത കുറവുണ്ട്. അപ്പോൾ ഇങ്ങനെ തിരിച്ച് അടി കിട്ടാത്ത ഒരു ഏരിയയാണ് ഇത് എന്ന് നല്ല വർത്തമാനം പറഞ്ഞേക്കാം എന്നുള്ള രീതിയിലാണ്ട് പറഞ്ഞാൽ അത് ശരിയല്ല. അതിന് തിരിച്ച് മറുപടി തന്നെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാണ്. ഇപ്പോൾ ഓരോ വിരലിലെടുത്ത് കഴിഞ്ഞാൽ തന്നെ എല്ലാ വിരലുകളും, നമ്മുടെ കയ്യിലുള്ള എല്ലാ വിരലുകളും ഒരുപോലെയല്ല. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഓരോ സഭയിലും ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യൻ രീതി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സഭകളുണ്ട്. സഭകളുടെ നടത്തു കഴിഞ്ഞാൽ തീരില്ല.
ഓരോ സഭകളും ഇങ്ങനെ ഓരോ ഉദ്ദേശത്തോടു കൂടിയാണ് സഭ രൂപീകരിക്കുന്നത്. അപ്പോൾ ഇന്ന സഭ ഇന്ന ജോലി ചെയ്യുക, ഇന്ന സഭ ഇന്ന കാര്യത്തിന് വേണ്ടി ഉദ്യമിക്കുന്നു. ചില സഭകൾ എന്താ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു സഭയാണ്. ചിലത് ആരും പോരില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഉണ്ടാകുന്നൊരു സഭ, ചിലത് രോഗികൾക്ക് വേണ്ടിയുള്ളൊരു സഭ, പിന്നെ ചിലത് പാവപ്പെട്ടവർക്കും ദരിദ്രർക്കും വേണ്ടിയ ഒരു സഭ. അപ്പം ഇങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഓരോ സഭ രൂപീകരണം നടത്തുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് അവരുടേതായിട്ടുള്ള ഓരോ ഡ്യൂട്ടിയുണ്ട്. അല്ലാണ്ട് അത് ഇന്ന ഡ്യൂട്ടിനേലും ചെറിയ ഡ്യൂട്ടി, ആ ഡ്യൂട്ടിനേലും ചെറുതാണ്. ഇപ്പോൾ പുറത്തു പോയി വേട്ടയാടി ഈ പുരുഷൻ മൃഗങ്ങളെ പിടിച്ചു കൊണ്ടുവരുന്ന അതാണ് കേമത്തരം എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അകത്തിരുന്ന് കുക്ക് ചെയ്ത് പാചകം ചെയ്ത് വീട് വൃത്തിയാക്കി കുട്ടികളെ നോക്കുന്നത് അതും വലിയ റിസ്ക് ഉള്ള പണിയാണ്. അതും ഈ കേമത്തിലുള്ള പണിയും തന്നെയാണ്. അപ്പോൾ രണ്ടും ഈക്വലാണ്. ഒരെണ്ണം ഒന്നില്ലെന്ന് വലുതല്ല. രണ്ടും ഏകദേശം സെയിം ആണ്, ഏകദേശം ഒരേപോലെ തന്നെ കാണേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് എല്ലാം തന്നെ എല്ലാം നല്ലതിനായിട്ട് ചിന്തിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള അബദ്ധ ചോദ്യങ്ങളിൽ നിന്ന് നമുക്കെല്ലാം ഓഡിയോ അകലാം എന്നേ പറയാനുള്ളത്. ഇപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ സ്ത്രീകളെങ്ങും ഓടിപ്പോയിട്ടൊന്നുമില്ല, അവർ ഇവിടെയൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ജോലി ചെയ്യണം. നിങ്ങൾ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ അവരെപ്പോഴും ജോലിയിലാണ് എന്നുള്ള കാര്യം ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ സ്ത്രീകളൊക്കെ അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ജോലി ചെയ്ത് റിലാക്സ് ആകുമ്പോഴാണ് അതൊക്കെ സിനിമ പോലത്തെ സാധനങ്ങളിലൊക്കെ അഭിനയിക്കാൻ വരേണ്ടി വരുന്നത് എന്നുകൂടി അറിയണം. അത് ആണുങ്ങൾ ഒരു പ്രൊഫഷൻ കൊണ്ട് നടക്കുന്ന പോലെ സ്ത്രീകൾക്ക് കുട്ടികളുടെയും വീടും പ്രൊഫഷനും കൂടി ഒരുമിച്ച് അങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് എളുപ്പമാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ദിവസം ചെയ്ത് നോക്കണം എന്നും കൂടി ഈ സമയത്ത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു.